പിന്നെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്നെല്ലാവർക്കും സ്കൂളൊക്കെ പൂട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി 10 ദിവസം ലീവ് അടിച്ചൊക്കെ പൊളിച്ചാലോ നിങ്ങൾക്ക്. ഇനി എൻ്റെ സ്കൂളിൽ നിന്ന് പൂട്ടി. എൻ്റെ ഇന്നത്തെ പരീക്ഷ മലയാള സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാ പരീക്ഷ ഉള്ളത് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് കുറേ കുട്ടികൾക്ക് ഇന്ന് ക്രിസ്മസ് പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇന്ന് രാവിലെ എൻ്റെ അനിയത്തി പിന്നെ ഒരു സ്റ്റാർ കൊണ്ടായിരുന്നു. അപ്പോൾ അത് സ്കൂളിൽ വെച്ച് സ്കൂളിലെ മാഷിമാർ മരത്തുമൊക്കെ ഇങ്ങനെ തൂക്കിയിടില്ലേ. അങ്ങനെ ചെയ്തിട്ട് അവൾക്ക് ആ സ്റ്റാറിന് വേണമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ വന്നിട്ട് പെരും കരച്ചിൽ. എന്നിട്ട് ഉപ്പാനൊക്കെ അത് മേടിച്ചായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഓള് കരച്ചിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ബെഡിൽ തെറ്റിക്കുത്തിരിക്കുകയാണ് ഓള്. കുട്ടികളൊക്കെ ഒരവസ്ഥ. ഇരുന്ന് പരീക്ഷ അപ്പോൾ സിമ്പിളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിരുന്നു. ഞാൻ മലയാളം മീഡിയം ആയതുകൊണ്ടാണ് സിമ്പിളായത്. ഇത് മലയാളമല്ലേ, അത് അല്ലെങ്കിലേ സിമ്പിളാണ്. മലയാളം സെക്കൻഡ് ഒക്കെ അറിയില്ല, ജയിച്ചോ തോക്കൊന്നും അറിയില്ല. നിങ്ങൾ നേരെ എഴുതിയില്ലേ? ഞാൻ നേരെ എഴുതിക്കണം, നീ ജയിച്ചാൽ മതി എന്നുള്ളൂ. ഓ സ്കൂള് പൂട്ടിയിട്ട് കുറേ സ്കൂളിൽ പരിപാടികളുണ്ടാവും. ക്രിസ്മസിൻ്റെ പരിപാടി എൻ്റെ അനിയത്തിക്കൊന്ന് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. അപ്പോൾ ഒരു സ്റ്റാർ കൊണ്ടായിരുന്നു. അതിനിതാ കരയണു കടന്നിട്ട്. അപ്പോൾ ഓൾക്ക് മേടിച്ചു തരാൻ കുറേ പറഞ്ഞിരിക്കണു. എന്നിട്ട് ഓൾക്ക് മനസ്സിലാവണില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ സ്കൂളൊക്കെ പൂട്ടിയിട്ട്? ഇപ്പോൾ ഇനി 10 ദിവസം അടിച്ചു പൊളിച്ചാലല്ലേ. ഇനി മദ്രസ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ മദ്രസയിൽ നിന്ന് നാളെ ടൂറ് പോവാണ്. അപ്പോൾ ഇനി നാളെ ടൂറ് അതിൻ്റെ പിറ്റേ ദിവസമുള്ള വരിക. നാളെ രാത്രി 8 മണിക്ക് എത്രയും പോവുമോല്. പിന്നെ ഓല് വരിക എത്ര നാളെ ഇന്ന് രാത്രി പോയാൽ പിന്നെ നാളെ ഓല് വരിക. പിന്നെ അതേമാതിരിക്ക് എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ടൂറുണ്ട്. അപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതേമാതിരിക്ക് രാത്രി ഇങ്ങനെ പോയിട്ട് 2 ദിവസമാണ്. 15-ാം തീയതി ഒക്കെ പോയിട്ട് ഇറക്കാറും വരിക. 15-ാം തീയതി പോയിട്ട് 17-ാം തീയതി രാവിലെ കയറാൻ വരിക. അങ്ങനത്തെ ഒരു ഇടവച്ചിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ കുറേ കാക്കുമാർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടുത്തെ പണിക്കാരാണ്. അവിടെ നിന്ന് കുറേ ഇങ്ങനെ നോക്കിയെന്നില്ല. അപ്പോൾ ഇങ്ങനെ പോവാണ്. ഇതൊരു ഇടവച്ചാണ് ഞങ്ങളെ പേരൻ്റെ അവിടെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ മൂത്താപ്പൻ്റെ പെരയിലെത്തും. അപ്പോൾ മൂത്താപ്പൻ്റെ പെര ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ കാട്ടിത്തരാം നിങ്ങൾക്ക്. ഇങ്ങനെ പോയാൽ പിന്നെ ഇവിടെ ഉണ്ടാവും 2-3 പെര. പിന്നെ അത് അവിടെ ഉണ്ട്. പിന്നെ അവിടെ വലിയൊരു ഫാക്ടറി ഉണ്ട്. ആ തലക്കൊരു ഫാക്ടറി ഉണ്ട്. കാണുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അതിൻ്റെ തുണക്കാരൻ അൻവറിൻ്റെ ഫാക്ടറി ഉണ്ട് കുറേ. പിന്നെ ഇതാക്കണു ഇവിടെ ഒരു ഇടവജ്ജ് വേറെ. പിന്നെ ഇവിടെ ഒരു ഇടവജ്ജ് വേറെ. പിന്നെ ഇവിടെ ഒക്കെ മുളക്കാടായിരുന്നു. മുള ഉണ്ടായിരുന്നു ഇവിടെ. ഈ ബിൽഡിങ് കെട്ടിയെടുത്ത് ഞാൻ കാട്ടിത്തരാം. ബിൽഡിങ് കെട്ടിയെടുത്ത് വലിയ മുളക്കാടായിരുന്നു. ആ കൂടെ കള്ളുടിയന്മാരൊക്കെ നിന്നിട്ട് പിന്നെ ആ മുളാണ് വെട്ടിയിട്ട് ഇതാക്കണു. ഇങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ ഓരോന്നാണ് വരുന്നു. അപ്പോൾ അതാക്കണു. അവിടെയും വേറെ ഏതൊക്കെ വന്നത്. ഈ ബിൽഡിങ് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ മുളക്കാടായിരുന്നു. ആ സ്ഥലമായിരുന്നു. എന്താക്കണു ഇവിടെ ഒരു വലിയ പേരൊക്കെ ഉണ്ട്. ആ തലക്കൊക്കെ വേണം കാട്ടിത്തരാം. ആ തലക്കൊക്കെ വേണം. ഞാൻ മൂത്താപ്പൻ്റെ പേരൻ്റെ കൂടെ ഇത് കൂടെ ഇങ്ങനെ പോയിട്ട് പോകണം. അവിടുത്തെ ഫസ്റ്റത്തെ പേരാണ് എൻ്റെ മൂത്താപ്പൻ്റെ പേര. അപ്പോൾ ഇവിടുന്ന് കാണൂല. അവിടെ ഒരു ഇത് വന്നു. എന്തോ ഒരു പെരമാർക്ക് എന്തോ ഒരു വാടക പെരമാർക്ക് എന്തോ വന്നു അവിടെ. അതുകൊണ്ട് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോവുക.
കണ്ടോ? ഞാൻ മറ്റേ പാലക്കായി പോകണ ആ റോഡിലേക്ക് എത്തും. ഇത് കൂടെ കയറിയാലൊക്കെ എത്തും. ഇത് കൂടെ കയറിയാലും എത്തും. ഇത് കൂടെ കയറിയാലും എത്തും. അതിൻ്റെ അവിടേക്ക് എത്തും. കാട്ടിത്തരാം. അവിടേക്ക് എത്തുന്നത് ടൈൽസിൻ്റെ എന്താണ് ഇതൊക്കെ ബിൽഡിങ് കുറേ ഇപ്പോഴത്തെ ഞാൻ ഇവിടേക്കൊന്നും പോരലില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഇതൊന്നും കെട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊക്കെ കെട്ടിയത്. പടിഞ്ഞു ഫുള്ളായി. ഇവിടെ ഫുള്ളായിട്ടില്ല. ഇനി ഇതാക്കണോ ആ റോട്ടിലേക്കാണ് എത്തും. ഇത് കൂടെ ഇങ്ങനെ പോയാൽ ആ റോട്ടിലേക്കാണ് എത്തും. വണ്ടികളൊക്കെ പോകണുണ്ടോളി. റോട്ടിലേക്കാണ് എത്തും. ഇത് കൂടെ പോയാൽ നമുക്കിനി എന്താ നേരെ തിരിഞ്ഞ് പോവാം. നിങ്ങൾക്ക് എൻ്റെ കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി പെരൻ്റെ അടുക്ക് പെട്ടെന്ന് പോട്ടെ. കുറേ സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നില്ലേ? പിന്നെ ഇവിടുന്ന് പോവാണ്. എൻ്റെ മൂത്താപ്പാൻ്റെ പേരെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെയാണ് കാട്ടിത്തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഞാൻ വെറുതെ വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാട്ടിത്തരണം വിചാരിച്ചിട്ടാണ് അത് കൂടെ ഒക്കെ വന്നത്. ഇത് കൂടെ പോരാൻ ഞാൻ തീരെ കരുതിയിരുന്നില്ല. ഇനി പോകട്ടെ. ഇതിവിടെ ഒരേ ഡവജനേ ഇവിടെ ഫുള്ള് പൊമ്പക്കാടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് കൂടെ ഒക്കെ വെട്ടിക്കാണ്. നമ്മളാ ഇടജീന് ഇതൊക്കെ ആ പെരൻ്റെ അവിടേക്ക് എത്തി. അല്ല ഞാൻ പറയണ ഞങ്ങളെന്ന്. അപ്പോൾ ഞാനിതാക്കണു ആ ഇടജിന്ന് പോന്നു. ഇതാക്കണു ഇവിടെയൊക്കെ കാടന്നെയായിരുന്നു. ഇതൊക്കെ വെട്ടിക്കാണ് ഇവിടെയൊക്കെ. ഇതാ പൈനാപ്പിളിൻ്റെ എന്തോ സംഭവമാണ്. അവിടെ പൈനാപ്പിളുണ്ട്. അവിടെ ഒരു പൈനാപ്പിളുണ്ട്. പൈനാപ്പിൾ ആരടുക്കലൊന്നും അറിയില്ല. അത് പൂത്തിട്ട് വന്ന് നോക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ പിറ്റീസ് അത് കാണുന്നുണ്ടാവില്ല. വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അടിയിൽ കമൻ്റ് ഇടും. ഈ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾ അടിയിൽ കമൻ്റ് ഇടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടേ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറച്ചുള്ള വീഡിയോ ഉണ്ടാവുക. ഇപ്പോൾ 90 ഇത്രയൊക്കെയാണ്. നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യും വേണം. അവരോടൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. ലൈക്ക് ചെയ്യാം, സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ.